ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ല. ഇന്ന് 2024 ജൂലൈ 3 തീയതി ബുധനാഴ്ചയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ ഒട്ടനവധി മറ്റു വിശേഷങ്ങളുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്നുള്ളത്. പ്രധാനമായിട്ടും ഇന്നലെ നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ബട്ട് സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ പ്രഷർ കാരണം മാർക്കറ്റ് പിന്നീട് താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. തലേ ദിവസത്തെ ക്ലോസിങ്ങിൻ്റെയും താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ബട്ട് അതൊരു വലിയൊരു വീഴ്ചയാണ് എന്ന് പറയാൻ പറ്റില്ല. സാധാരണ വരുന്ന ഇൻട്രാഡേ വരുന്ന ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി വലിയൊരു സുഖകരമായൊരു സൂചനയല്ല ഇന്നലെയും നൽകിയിട്ടുള്ളത്. നിഫ്റ്റിയൊക്കെ മുകളിലോട്ട് കയറി പോകുന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി അത്ര ഒരു പവർഫുള്ളായിട്ട് മുകളിലോട്ട് കയറി പോകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേതാണ് നമ്മളെ ബാധിക്കുന്ന വിഷയം. സെബിയുടെ പുതിയ റൂളുണ്ട്. അതായത് ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നേരിട്ട് നമ്മളെ അല്ല ലക്ഷ്യം വയ്ക്കുന്നത്, ബ്രോക്കേഴ്സിനെയാണ് സെബി ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് ബ്രോക്കേഴ്സ് നമ്മളടുത്തുനിന്ന് എക്സ്ചേഞ്ചിൻ്റെ ഫീ കാര്യങ്ങളൊക്കെ ഒരു സെർട്ടൻ പേഴ്സൻറ്റേജ് ആയിട്ടാണ് നമ്മളടുത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഓരോ ഇൻട്രാഡേ അതായത് FNO ട്രേഡേഴ്സിൻ്റെ അടുത്തുനിന്നും എക്സ്ചേഞ്ചിൻ്റെയും സെബിയുടെ ഒക്കെ പേരിൽ ഓരോ പേഴ്സൻറ്റേജാണ് അവർ വാങ്ങിക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാ ഫീസും അവർ അതേപോലെ പേ ചെയ്യുന്നുണ്ടെങ്കിലും എക്സ്ചേഞ്ചിൽ ഇവർക്കൊരു പ്രത്യേക താരിഫാണ്. നമുക്കറിയാം, ഈ കറണ്ട് ബില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു 1000 യൂണിറ്റ് വരെ ഒരു ചാർജ്, 1500 വരെ മറ്റൊരു ചാർജ്, അങ്ങനെ ഒരു സ്ലാബ് തിരിച്ചിട്ടാണ് കറണ്ട് ചാർജ് നമുക്ക് കൂടി വരിക അല്ലേ. എക്സ്ചേഞ്ചിൽ ബ്രോക്കേഴ്സിന് നേരെ തിരിച്ചാണ്. അവർ ജനറേറ്റ് ചെയ്യുന്ന വോളിയം അല്ലെങ്കിൽ എത്രയധികം ആൾക്കാർ അവർ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കുന്നുണ്ടോ അതിൻ്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ചാർജിൻ്റെ താരിഫ് കുറഞ്ഞു വരും. അപ്പം കൂടുതൽ ഇവർ നമ്മളോട് വാങ്ങിക്കുന്നത് പെർസെൻറ്റേജ് ആണ്, ഒരേ പെർസെൻറ്റേജ് ആണ്, ഏറ്റവും ലോവർ റേറ്റിലുള്ള ഒരു പേഴ്സൺ. അതായത് ഏറ്റവും മിനിമം ആൾക്കാർ എക്സ്ചേഞ്ചിൽ എത്തിയാൽ ഇവരെത്ര ചാർജ് കൊടുക്കണം ആ ലെവലിൽ നമ്മളോട് ചാർജ് ചെയ്യും. എന്നിട്ട് ഇവർ മാക്സിമം ആൾക്കാർ വന്നു കഴിയുമ്പം ഏറ്റവും കൂടുതൽ വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ഡിസ്കൗണ്ടിലാണ് അവിടെ ഫീ മന്ത്ലി സെറ്റിൽ ചെയ്യേണ്ടി വരിക. അപ്പം അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ വളരെ ഹ്യൂജാണ്. കോടികൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ എമൗണ്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇവർ നമ്മളോട് വാങ്ങുന്ന ചാർജ് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് എക്സ്ചേഞ്ചിൽ പേ ചെയ്യല്ല ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ ബിസിനസ് നടത്തുന്നുണ്ട്. ഈ ഒരു പരിപാടിയാണ് ശരിക്കും സെബി നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും അപ്പോൾ ബ്രോക്കേഴ്സിനുള്ള വരുമാനം കുറയും, അവർ ബ്രോക്കറേജ് അല്ലെങ്കിൽ മറ്റ് ഫീസുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. ഇതാണ് ശരിക്കുള്ള പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ബ്രോക്കേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ യൂസേഴ്സിനെ ചാർജ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ദെൻ ഭാരതി എയർടെലും ജിയോ ഒക്കെ ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നാലെ വോഡാഫോൺ ഐഡിയയും ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് HDFC ബാങ്ക്, യെസ് ബാങ്ക്, ഡിമാർട്ട്, IEX, സൊമാറ്റോ, KEC, ദെൻ കുറച്ചധികം സ്റ്റോക്കുകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓറിയൻ്റൽ കാർബൺ, ഇതെല്ലാം ന്യൂസിലുള്ള സ്റ്റോക്കുകളാണ്. സോ നിങ്ങൾ ഒന്ന് ന്യൂസ് അരിച്ചു പെറുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കിട്ടും. ഓറിയൻ സിമെൻറ്റ്, പഞ്ച് പൈസ ക്യാപിറ്റൽ, RVNL, സി എൻ്റർടൈൻമെൻറ്റ്സ്, ദെൻ ആദിത്യ ബിർള ഫാഷൻ, ADFRL, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് അതിനായിട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു രാവിലെ ഇത്രയൊക്കെയാണ് ന്യൂസ് ഹൈലൈറ്റ്സ് ഉള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിക്കിയും മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ സൂപ്പർ ഗ്രീൻ ആയിട്ട് ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,352 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,372 20 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. ഇന്നത്തെ ഡേ ഹൈ 372 തന്നെയാണ്. ഡേ ലോ വന്നിരിക്കുന്നത് 338. ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,339. അതായത് 33 പോയിന്റ്, ഓപ്പണായ സ്ഥലത്ത് നിന്ന് 33 പോയിന്റ് താഴെയായിട്ടാണ്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം 13 പോയിന്റ് താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം എങ്ങനെ വരുന്നുള്ളത്. കാരണം കംപ്ലീറ്റ്ലി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മുടെ മാർക്കറ്റ് പോകുന്നത്. ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ US API ക്രൂഡ് ഓയിൽ ചേഞ്ച്, ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് PMI,
China Casing Services PMI, India HSBC Services PMI, India HSBC Composite PMI finally, USA Exports and Imports data, Canada Balance of Trade, USA Balance of Trade, USA ISM Services PMI, then റഷ്യ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇത്രയും ഇവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ഇന്ത്യ സിമെൻറ്റും ഇൻഡസ് ടവേഴ്സും തന്നെയാണ്. ഇന്നലെയും ഇത് തന്നെയായിരുന്നു. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 2000 കോടി രൂപയുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 648 കോടിയുടെ ഒരു ബൈയിങ് നടത്തിയിട്ടുണ്ട്. അതുവഴി മൊത്തത്തിൽ 1351 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിട്ടുള്ളത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2426 കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4565 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. മൊത്തത്തിൽ 2139 കോടിയുടെ ബൈയിങ് അല്ലെങ്കിൽ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,229 ഓപ്പണായി. ദെൻ 104 പോയിന്റ് നഷ്ടത്തിൽ 24,124 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 742 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസം അതായത് ജൂലൈ മാസത്തിൽ 131 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്, അതായത് 0.5%. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് നാരോ CPR ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മുന്നേറ്റം, അതിൻ്റെ ഒരു ഗുണം ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മുകളിലോട്ടായാലും താഴോട്ടായാലും മാർക്കറ്റിൽ ഹെവി മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇൻട്രാഡേ പ്ലെയേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 13.64 പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ 0.9 ആണ്. ഇത് 0.99. ഇത് ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്, ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻറ്റ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,500 91 ലക്ഷമാണ്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,000, അത് 90 ലക്ഷമാണ്. ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 625 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റിയിൽ 231 പോയിന്റും സെൻസെക്സ് 398 പോയിന്റും നിഫ്റ്റി മിഡ് ക്യാപ്പ് 91 പോയിന്റിൻ്റെയും നഷ്ടം ഇന്നലെ രേഖപ്പെടുത്തി. എന്തായാലും ഇന്ന് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നോക്കാം. ഇത് ഇന്നലത്തെ ഇൻട്രാഡേ കണക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ മുന്നിൽ. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. സോ അതെങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു പോയി നോക്കാം. ഇന്നലെ അതായത് ഇന്നത്തെ മാർക്കറ്റിൽ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ താഴെയായിരിക്കും എന്നാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ദെൻ ഓപ്പണിംഗ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നോ ട്രേഡ് സോണിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഓപ്പണായിട്ട് ഫർദർ ഒരു താഴോട്ടുള്ള യാത്രയാണ് റാസ് ലെവൽസ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. നോ ട്രേഡ് സോൺ വരുന്നത് ഈ സോണിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫർദർ താഴോട്ട് പോകും എന്നാണ് റാസ് ലെവൽസ് നമുക്ക് സൂചന തരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ വൈഡ് CPR ആണ്, വലിയൊരു സംഭവങ്ങളൊന്നും പറയാൻ തന്നെ ഇല്ല. ഇനി നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് ഒരു പീക്കിലേക്ക് കയറിപ്പോവാണെങ്കിൽ യെസ്റ്റർഡേ ഹൈ എന്നുള്ള ഈ ഒരു ലെവലിൽ നല്ലൊരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 52,828 783 820 ഒരു 50 പോയിന്റിന് ഈ ഒരു സോണിൽ നല്ലൊരു റിജക്ഷൻ ഉണ്ടാവും. ഇനി മറ്റൊരു സോണുള്ളത് ഇന്നത്തെ എക്സ്പെക്റ്റഡ് ഡേ ഹൈ ഉണ്ട് 52,568 542 എന്നുള്ള ഒരു 26 പോയിന്റിന്റെ ഈ ഒരു സോണിൽ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇൻ കേസ് താഴെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 52,568 547 റേഞ്ചിൽ. ഇവിടെ ഈ സൈഡിലുള്ള നമ്പേഴ്സ് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല എന്ന് ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്ത് കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഞാനത് ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് സൂം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ശ്രമിക്കാം. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല, അതാണ് നമ്പേഴ്സ് വലുതാക്കാൻ പറ്റാത്തത്. ദെൻ ഇന്നത്തെ നോ ട്രേഡ് സോണായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പ് CPRും നോ ട്രേഡ് സോണുള്ള ഈ ഒരു സോണിനെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം. ഇവിടെ വെച്ചിട്ട് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവാൻ, അതായത് 52,461 412 ലെവലിൽ മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവും. നമുക്ക് നോ ട്രേഡ് സോണായിട്ട് കൊണ്ടുവരേണ്ടത് ഈ ഒരു സോണാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള
അപ്പോൾ മൊത്തത്തിൽ ആ ഒരു 52,461 മുതൽ 217 വരെയുള്ള ഏകദേശം 200 പോയിന്റോളം മാർക്കറ്റിൽ ഒരു അൺസർട്ടിനിറ്റി വരുന്ന ഒരു ഏരിയ ആയിട്ട് മാറ്റി നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയ പ്രോഫിറ്റിന് വേണ്ടി ട്രേഡ് ചെയ്യുക എന്നേ ഉള്ളൂ. ഇനി ഫർദർ താഴോട്ട് പോയി കഴിഞ്ഞാൽ 51,794 വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന മറ്റൊരു മെയിൻ സംഭവമുണ്ട്, യെസ്റ്റർഡേ ലോ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അത് ഹൈ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന ഒരു സോണാണ്. 52,000 52,000 മാർക്കറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടാണ് ഇന്നലെ റിജക്ഷൻ ഉണ്ടായത്, മുകളിലോട്ട് സപ്പോർട്ട് എടുത്ത് കയറിയത്. സോ ഇന്നും ഇതിൻ്റെ താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ ഇന്നത്തെ ഡേ ലോ ടച്ച് ചെയ്തിട്ട് പിന്നീട് മാർക്കറ്റ് കയറിപ്പോയേക്കാം. അല്ല ഇതിൻ്റെ മുകളിൽ നോട്രേഡ് സോണിൽ ഇവിടെയൊക്കെയാണ് ഓപ്പൺ ആവുന്നത്, മാർക്കറ്റിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുക. എന്തായാലും നോട്രേഡ് സോണിൻ്റെ റാസ് ലെവൽസിൻ്റെ ഈ നോട്രേഡ് സോണിന് 52,461 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. അല്ലെങ്കിൽ 52,217 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 52,000 വരെയുള്ള ഒരു മൂവ്മെൻറ്റിനും സാധ്യതയുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ ട്രേഡിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പക്ഷേ ഒരു റേഞ്ച് ബൗണ്ട് ആവുകയോ അല്ലെങ്കിൽ കാരണം ഇന്നലെയൊക്കെ സെൻസെക്സും നിഫ്റ്റിയും മുകളിലോട്ട് പോയപ്പോൾ ഇവിടെ കണ്ടില്ല, ബാങ്ക് നിഫ്റ്റി ഒരേ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ 52,794 വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ ഈ പറഞ്ഞത് അന്ധമായി വിശ്വസിക്കാതെ മാർക്കറ്റിൽ ആ രീതിയിലുള്ള മുന്നേറ്റങ്ങളെല്ലാം മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും പ്രവചനങ്ങൾ പെർഫെക്റ്റ് ആവണം എന്നില്ല, ഏത് സമയത്തോ തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. സോ നിങ്ങളുടേതായ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടേതായ അനലിറ്റിക്സ് പവർ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.